welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാക്ടിക്കലിൻ്റെ പബ്ലിക് എക്സാം ഒന്ന് കഴിഞ്ഞു, ബോട്ടണി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഇപ്പോൾ എക്സാമിന് വന്നതേ ഉള്ളൂ. ഞാൻ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. സോ എനിക്ക് എക്സാം 11 o'clock സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, പക്ഷേ 11 o'clock കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നു എന്ന് ഞാൻ പറയാം. സോ ഗായ്സ്, ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്പെസിമെൻ എ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മോണോക്കോട്ട് സ്റ്റെമ്മാണ്. നല്ല അടിപൊളി ചെയ്യാൻ വേണ്ടി പറ്റി. സ്പെസിമെൻ ക്വസ്റ്റ്യൻ നല്ല അടിപൊളി ചെയ്യാൻ വേണ്ടി പറ്റി. നല്ല അടിപൊളി സെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്പെസിമെൻ ബി ആൻഡ് സി. സ്പെസിമെൻ ബിയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഓസ്റ്റിലാറ്റോറിയ ഫിലമെൻറ്റിനെ കുറിച്ചാണ്. അതും നല്ല അടിപൊളി ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ സ്പെസിമെൻ സി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബയോ റിയാക്ടറാണ്. സോ എല്ലാം പഠിച്ചു പോയതുകൊണ്ട് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സ്പെസിമെൻ ഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അനാഫേസ് ആണ്. അതും നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി എന്ന് പറയാൻ മാത്രം വലിയ എഴുതാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുറച്ച് എഴുതാനല്ലോ, പഠിച്ചു പോയേണ്ടതൊക്കെ ഈസിയായി. പിന്നെ എക്സ്പെരിമെൻറ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന എക്സ്പെരിമെൻറ്റ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആണ്. നല്ല അടിപൊളി തന്നെയാണ് ഗൈസ്, അതൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി തന്നെ എല്ലാം വരച്ചു എഴുതി. പിന്നെ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലോറൽ വോൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കൊറോളയാണ്. ഫസ്റ്റ് ബാച്ചിൽ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യന് കാലിക്സ് ആണെന്നാണ് പറഞ്ഞത്, നമുക്ക് കൊറോളയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സിക്സ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഇൻട്രാക്ഷൻ ആണ്. എനിക്ക് ഇൻട്രാക്ഷൻ പാരസൈറ്റിസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, കസ്ക്യൂട്ട. അതും നല്ല അടിപൊളിയിൽ എഴുതി. സെവൻത്ത് ക്വസ്റ്റ്യൻ ആൻഡർ CS ആണ്. അതും നല്ല അടിപൊളിയിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. ചിത്രമൊക്കെ വരച്ച് ഓവറോൾ നല്ല എക്സാമാണ്. സ്പോട്ടഡ് സൈറ്റിൻ്റെ മാർക്ക് നമുക്ക് അപ്പം തന്നെ തരും. +2 സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ സ്പോട്ടഡ് സൈറ്റിന് എനിക്ക് 3 out of 3 മാർക്ക് ഉണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യനും ആൻസർ നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫുൾ മാർക്ക് കിട്ടും എന്ന ശുഭപ്രതീക്ഷയുണ്ട് ഗൈസ്. വൈവയിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പേപ്പർ ക്രൊമാറ്റോഗ്രഫിനെ കുറിച്ചാണ്. അതിൽ 4 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെരിമെൻ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് പേപ്പർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സോൾവെൻറ്റിൽ ഏതാണ് സോൾവെൻ്റ് എന്ന് ചോദിച്ചു. പിന്നെ അതിൻ്റെ റേഷ്യോ കൂടെ ചോദിച്ചു. നല്ല അടിപൊളി എക്സാം ആയിരുന്നു ഗൈസ്. പഠിച്ചതുകൊണ്ട് എല്ലാം നല്ല അടിപൊളി എഴുതാൻ വേണ്ടി പറ്റി. ഫുൾ മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. പ്രാക്ടിക്കൽ എക്സാം വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ പഠിച്ചിട്ടാണ് പോയത്, അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തിയറിയാണ് ഗൈസ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നൊരു എക്സാം. തിയറി എക്സാമാണ് ഏറ്റവും എനിക്ക് പേടിയുള്ളത്. കാരണം ഞാൻ ഇതുവരെ ഒന്നും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അതുകൂടിയുണ്ട് ഗൈസ്. ഒന്നും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്താവുമെന്ന് കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കാണ് ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളത് കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കാം, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ. പിന്നെ നമുക്ക് റെക്കോർഡ് തിരിച്ചു വന്നിട്ടുണ്ട്. വാല്യൂ ചെയ്ത് സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ആണിയൊക്കെ അടിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് നോക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ ഗൈസ്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗൈസ്. ആണിയൊക്കെ അടിച്ച് ഗൈസ്, നമ്മളെത്ര കഷ്ടപ്പെട്ട് വരച്ച ചിത്രങ്ങളൊക്കെ വരച്ച്. സോ സാഡ് ഗൈസ്. കണ്ടോ എത്ര കഷ്ടപ്പെട്ട് വരക്കുന്നതാണ്. അതിൻ്റെ നടുവിലെ കൂടി ഫുൾ ഓട്ടയൊക്കെ ഇട്ട് ഫുൾ സീനാണ് ഗൈസ്. കുഴപ്പമില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. എനിക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. നല്ല അടിപൊളി എക്സാമാണ്. പിന്നെ നെക്സ്റ്റ് എക്സാം വന്നിട്ട് മൺഡേ ആണ്. ഫിസിക്സ് ആണ് എക്സാം. അതിന് മൊത്തം പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്രേ. അപ്പോൾ നാളെ സ്കൂളിൽ പോയിട്ട് എല്ലാ എക്സ്പെരിമെൻസും മറ്റും കൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.